ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതെല്ലാം ഉന്നത വിളിയാൽ വിളിച്ചു തന്നെ. ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതെല്ലാം ദയവോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയവോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആടുകളാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടെടുക്കണം. നമ്മൾ കഴിഞ്ഞ സന്ദേശം നമ്മൾ കേട്ടിട്ട് ചുമ്മാ വെറുതെ കടന്നു പോകാനല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഞായറാഴ്ച ഒவ்வொரு ആഴ്ചയും സന്ദേശം നാം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നു? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം? അവന്റെ അടുക്കൽ വരാതെ വരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ഇടയനാണെങ്കിൽ അവനക്കറിയാം അവന്റെ ആടുകൾ ആരൊക്കെയാണ്. അതുകൊണ്ടാണ് ബൈബിൾ ടീച്ചർ ആ സ്റ്റാൻഡിങ്ങിനെ പറഞ്ഞ് സ്വർഗത്തിലെത്തുമ്പോൾ 3 അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. നിങ്ങൾ വിചാരിക്കുന്ന പലരും അവിടെ കാണത്തില്ല, നിങ്ങൾ വിചാരിക്കാത്ത ആൾക്കാര് അവിടെ കാണും. 3ാമത് പുള്ളി പറഞ്ഞത് ഞാനും സ്വർഗത്തിൽ എത്തിയല്ലോ. കർത്താവ് എന്റെയും നിങ്ങളെയും അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് ചുമ്മാ ഇല്ല, കർത്താവിന്റെ വിലയിൽപ്പെട്ട രക്തത്താൽ ദൈവം എന്നെയും നിങ്ങളെയും അവൻ വീണ്ടെടുത്ത് അവൻ ഒരു വില കൊടുത്ത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു വില കൊടുക്കണം. വില കൊടുക്കാതെ ഒന്നും കിട്ടത്തില്ല. ദൈവം തന്റെ ജീവനെയും കർത്താവ് കൊടുത്ത്. നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടും ബ്ലഡ് ഉണ്ടല്ലേ, രക്തം ഓടിക്കൊണ്ടുണ്ട്. ആ രക്തം എവിടെയെങ്കിലും ഒന്ന് കട്ടിയായ മതി. രക്തത്തിൽ എന്തുണ്ട്? ജീവൻ ഉണ്ട്. ആ രക്തം നമ്മൾ കട്ടിയാൽ മതി, നമ്മള് മരിക്കുവാനിടയാകും. നിങ്ങൾ സഭയിൽ ഞായറാഴ്ച ക്രിസ്ത്യാനായിട്ട് മാത്രമേ ജീവിക്കുവാൻ കഴിയൂ. നിങ്ങൾ ദൈവത്തോട് അടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒவ்வொரு ആഴ്ചയും ദൈവത്തിന്റെ വചനങ്ങൾ പല മുഖാന്തരം ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുന്നത്. നാം ചുമ്മാ വെറുതെ വന്നിട്ട് ഒരാൾ പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ച് അവന് പോവാനല്ല ദൈവം വിളിച്ചത്. അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങൾ ഏത് സെൻസ് അല്ലെങ്കിൽ ഏത് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ചെയ്തതെന്ന് ദൈവത്തിനല്ല. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടാണ് ചെയ്യുന്നത്, ചുമ്മാ വെറുതെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആർക്കറിയാം? ദൈവത്തിനല്ല. ദൈവത്തിന്റെ വചനം അവന്റെ നാമത്തിൽ 2-3 പേർ കൂടിയിട്ടുണ്ടെങ്കിൽ അവനോട് മധ്യത്തിലുണ്ട്. ദൈവം മധ്യത്തിലുണ്ട്. അല്ലാതെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ ആടുകളല്ല. കർത്താവ് പറഞ്ഞേ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെ അനുഗമിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ എങ്ങനെയും ജീവിക്കാനല്ല ദൈവം വിളിച്ചത്. മാറുപെട്ട ജീവിതം, വിശുദ്ധിയും വേറുപാടും ദൈവത്തെ പിന്തുടരുക, അല്ലെങ്കിൽ അവന്റെ കൽപ്പനപ്രകാരം ജീവിക്കാനാണ് ദൈവം വിളിച്ചത്. ഞാൻ അവയെ അറിയുകയും, ദൈവം അറിഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്, കണ്ടത് കൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. I know them and they follow me. ദൈവത്തിന്റെ ആടുകളാണെങ്കിൽ ആ ഇടയുടെ പുറകെ പോകും. ഇടയുടെ ശബ്ദം നന്നായിട്ട് തിരിച്ചറിയും. കർത്താവ് അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും കർത്താവ് വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വഴിയിലാണ് നാം നടക്കുന്നുണ്ടോ എന്ന് നാം ചെയ്യണം, നോക്കണം. നമ്മൾ തന്നെ
നിത്യവും ഞാൻ ഒവ്വൊരു ദിവസവും ദൈവത്തിന്റെ വഴിയിലാണ്, ദൈവത്തെയാണ് ഞാൻ അനുഗമിക്കുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ നോക്കണം. യോഹന്നാൻ 10 അതിന്റെ 14 വാക്യം. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ. ഈ പറയുന്ന ആരാണ്? യേശു കർത്താവ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ എന്റെ പിതാവെ അറിഞ്ഞിരിക്കുന്നു, പിതാവും എന്നെ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് തന്റെ സ്വയ ഇഷ്ടങ്ങൾ ചെയ്യാനല്ല. എന്തുകൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിച്ച്? യേശു കർത്താവ് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നോ? യേശുവിന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തുകൊണ്ട് പിന്നെ പ്രാർത്ഥിച്ചത്? പിതാവിനോട് സംസാരിക്കുവാൻ, പിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ ഒவ்வொரு സമയം ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, എന്റെ പിതാവിനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഒന്ന്, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് കൂടുതൽ? അതായത് നമുക്ക് സൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ, നമുക്കിപ്പോൾ ബൈക്ക് കിട്ടി, അടുത്തതാണ് ബൈക്ക് പോരാ, അടുത്തത് വേണം കാറ്, അല്ലേ? നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് ഒന്നും നമുക്ക് സ്വന്തമല്ല. നമുക്ക് സ്വന്തം എന്ന് പറയാൻ കിട്ടോ, കാരണം സ്വന്തമല്ല. നമ്മൾ സ്വന്തമാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കും. നമുക്ക് സ്വന്തമാണ് നമ്മൾ ടാക്സ് അടയ്ക്കും. വീട്ടുകരം, വസ്തുക്കരം, പിന്നെ വരയ്ക്കുന്ന എന്തുണ്ട്? തൊഴിൽക്കരം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു വാടക വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? വാടക കൊടുക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന യാതൊന്നും നമുക്ക് ഇതില്ല, നിശ്ചയമില്ല. നമുക്കുള്ളതല്ല. നമുക്കുള്ളത് എന്താണ്? സ്വർഗത്തിൽ നിത്യതയിലുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് മുഖാന്തരം നിങ്ങളുടെ സ്വർഗത്തിന്റെ ഫലം നികുതിയാകും, അല്ലെങ്കിൽ വർദ്ധിക്കും. പക്ഷെ നിങ്ങൾ ഈ ലോകത്തിൽ ഈ സമ്പത്ത് കൊണ്ട് വിചാരിച്ചാൽ പറയട്ടെ, അത് നശിച്ചു പോകും. നിങ്ങളുടെ സമ്പത്ത് സ്വർഗത്താണെങ്കിൽ പറയട്ടെ, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാട്ടിലും സ്വർഗത്തിൽ നിങ്ങളുടെ ഭവനം എന്ന് പറയുന്നത് ഒരു പാലസ് ആയിരിക്കും. അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ്. ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് ഈ ഭൂമിയിൽ പിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, ആ പിതാവിന്റെ ഇഷ്ടങ്ങൾ എവിടെ വരെ? ക്രൂശിൽ മരണം വരെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത്. അവൻ ജനനം മുതൽ അവസാനം മരണം വരെ അവൻ ദൈവരൂപത്തിലിരിക്ക ഒരു മനുഷ്യനായി താൻ എന്തൊക്കെ ചെയ്യണമോ ആ പിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്തു. കർത്താവ് എന്നെ നിങ്ങൾ വിളിച്ചത് നമ്മൾ തോന്നിയാസം പോലെ ജീവിക്കാനല്ല. നമ്മൾ ഞായറാഴ്ച വന്നിട്ട് ഓക്കെ കഴിഞ്ഞ് പോയി നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാനല്ല. എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ദൈവത്തോട് പദ്ധതി. ദൈവത്തിന്റെ രാജ്യം എൻ മുഖാന്തരം നിങ്ങൾ മുഖാന്തരം പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഞാൻ ചെയ്തില്ലെങ്കിൽ കർത്താവ് വരാതെ കണ്ടെത്തും. നേരത്തെ കേട്ടതുപോലെ നഷ്ടപ്പെടുന്നത് നിത്യജീവനാണ്. അപ്പൊ നിത്യം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് അതിനുശേഷം നമുക്ക് എന്തില്ല? ഒരു വീണ്ടെടുപ്പും ഇല്ല. ഞാൻ ഇത്രയും പറഞ്ഞത്, കർത്താവ് പറഞ്ഞ് എന്റെ ആടുകൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു, അവ എന്നെ അനുഗമിക്കും എന്ന് ഉറപ്പായിട്ട് കർത്താവ് പറഞ്ഞു. നമ്മൾ അനുഗമിക്കുന്നുണ്ട്. യോഹന്നാൻ 17:3 ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. അപ്പോ ആ നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നാം ഇതുവരെ ദൈവത്തെ അറിഞ്ഞത് മതിയോ? നിങ്ങൾ ഇത്ര നാൾ ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് ഇത്രയും മതിയോ? ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവനാണ്. ആ നിത്യജീവൻ എന്ന് പറയുന്നത്
കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ കർത്താവിനെ അറിഞ്ഞില്ല, നമ്മൾ ആരാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? ജീവനുള്ള ദൈവത്തെ നാം യഥാർത്ഥത്തിൽ സത്യത്തിൽ നാം ആരാധിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ചെയ്താൽ ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും, കർത്താവിനെ അറിയുവാൻ കഴിയും, അവന്റെ മനസ്സ് അറിയുവാൻ കഴിയും. അവന്റെ മനസ്സിനെ നാം ഒരിക്കലും വേദനപ്പെടുത്തത്തില്ല. നിങ്ങൾ ദൈവത്തെ അറിയാൻ വേണ്ട വിധം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ദുഃഖപ്പെടുത്തില്ല. ദൈവത്തെ അറിയണം. അത് ഒരു ഞായറാഴ്ച മാത്രം നിങ്ങൾ വന്ന് ഒരു വചനം കേട്ടത് കൊണ്ട് ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ കണ്ടെത്തണം. നിങ്ങളുടെ ഭവനങ്ങളിൽ വചനം വായിക്കണം. ദൈവത്തിന്റെ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു പ്രാർത്ഥന മതി. ദൈവമേ, പരിശുദ്ധാത്മാവാണ് ഈ വചനം എഴുതിയിട്ടുള്ളത്. പരിശുദ്ധാത്മാവേ, എന്നോട് സംസാരിക്കണം, എനിക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ, എന്റെ സത്യ അവസ്ഥ എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാ നിങ്ങൾക്ക് ചെവി കൊടുക്കും. അവ നിങ്ങൾ വായിക്കുമ്പോൾ അവ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഞാൻ വെറും ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു ബൈബിൾ സ്റ്റഡി നല്ലത് തന്നെ ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ പേഴ്സണൽ എക്സ്പീരിയൻസ്, നമ്മളുടെ തനിപ്പെട്ട ജീവിതം നാം ദൈവത്തോടെ നാം നടക്കാൻ തുടങ്ങിയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാഗ്യവാനായി മാറുവാൻ കഴിയും, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് ആണോക്ക് ഇത് ചെയ്ത് ദൈവത്തോട് കൂടെ നടന്ന്. ഇങ്ങനെ നടന്നത്. അന്നത്തെ കാലത്ത് എന്തില്ല? വചനമില്ല, ബൈബിളില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല, ദൈവത്തെ കുറിച്ച് പറയാൻ ആളില്ല. എങ്കിലും എത്ര സംവത്സരം ദൈവത്തോട് നടന്ന്? 165 വർഷം സംവത്സരം അവൻ ദൈവത്തോട് കൂടെ നടന്ന്. അവർക്ക് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാം ഉണ്ട്, സകലവും ഉണ്ടായിട്ടാണ് അവൻ എത്ര വർഷം? 365 വർഷം ദൈവത്തോട് കൂടെ നടന്ന്. ഒരു ദിവസം ആയപ്പോൾ അവൻ ദൈവം അവനെ എടുത്തുകൊണ്ട്. അപ്പൊ ഈ ലോകത്തിൽ തന്നെ അവൻ ജീവിച്ചെങ്കിലും അവന്റെ ബന്ധം ആരുടെ കൂടെയായിരുന്നു? ദൈവത്തോടു കൂടെ ആയിരുന്നു. നമ്മളുടെ ബന്ധം ആട്. അവനൊക്കെ 365 ദിവസം ദൈവത്തോടു കൂടെ നടന്ന്. നമുക്ക് വചനമുണ്ട്, പരിശുദ്ധാത്മ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, സകലതും ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെ? പക്ഷെ നമുക്ക് ഇപ്പോഴും ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുന്നില്ല. ന്യായവിധി ദിവസത്തിൽ ആണോക്ക് നമ്മളോട് ചോദിക്കും. ചിലപ്പോൾ വിചാരിക്കും ദൈവം മക്കൾ ന്യായവിധി ഇല്ലല്ലോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ന്യായവിധി നമുക്കില്ലെങ്കിലോ അവർ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ലജ്ജ ഉണ്ടാകും. ഒന്നുമില്ലാത്ത കാലത്ത് ഒരു മനുഷ്യൻ ദൈവത്തോടു കൂടെ നടന്നെന്ന് പറയുന്നത് അത് ഒരു സംവത്സരമല്ല, 365 സംവത്സരം അവൻ ദൈവത്തോട് നടന്നെന്ന് പറയുന്നത് അസാധാരണമായ വിഷയം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ലഭിച്ച ഞാനും നിങ്ങളും എന്തുകൊണ്ട് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയുന്നില്ല? നിങ്ങളുടെ ഉത്തരം പറയണം. നാം ആ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ വചനം ഒവ്വൊരു നാളും വായിക്കണം. അതിരാവിലെ നാം എഴുതിട്ട് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഒരു സമയം നാം ചെയ്യണം, ദൈവത്തിന്റെ മുൻപായി അവന്റെ വചനങ്ങൾ ധ്യാനിക്കണം. ഇത് ജീവനുള്ളതാണ്. ഈ വചനമാണ് നമ്മൾ ഒവ്വൊരു നാളും വഴി നടത്തുന്നത്. നാം ഇതിന് കൊടുക്ക വേണ്ടിയ ഇമ്പോർട്ടൻസ്, മുഖ്യത്വം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നാം പാപത്തിൽ ജീവിക്കുവാൻ ഇടവരും. ഈ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമാകും. പിശാസാണ് അവകാശം ചോദിക്കും. പിന്നെ കർത്താവ് ചെയ്യും, നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. പിശാച അവകാശം ചോദിക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ജീവിതം നാശകരമായി മാറും. നമ്മൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയല്ല. ദൈവം അവന്റെ ജീവനെ കൊടുത്താണ് നിങ്ങൾ വീണ്ടെടുത്തെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു വില കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വചനം, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നുണ്ട്.
നാം ദൈവത്തിന്റെ വഴിയാണ് നടക്കുന്നത്. നമ്മൾ പോകുമ്പോൾ എന്റെ മുൻപിൽ കർത്താവുണ്ട്, ഞാൻ അവന്റെ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നാം ചെയ്യരുത്. എന്റെ വായും വാക്കും എങ്ങനെയാണ്? എന്റെ വായും വാക്കും എങ്ങനെയാണ്? നാം ദൈവത്തെ അറിഞ്ഞിട്ടോ രക്ഷ പ്രാപിച്ചിട്ടോ ഈ വായ്പൂടെ ചീത്ത വിളിക്കുന്നുണ്ടോ? നിങ്ങൾ ചീത്ത വിളിക്കുന്ന പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും. നിങ്ങൾ മുഖാന്തരം ദൈവത്തിന്റെ വായ് എന്ന് പറയുന്നത് എന്താണ്? ജീവനെ കൊണ്ടുവരും. ദൈവം പറഞ്ഞ് വെളിച്ചം ഉണ്ടാക്കട്ടെ, വെളിച്ചം ഉണ്ടായി. ആ ദൈവം നിന്നിൽ വസിക്കുമ്പോൾ നിന്നിൽ അകത്ത് എന്ത് പറയണം? ദൈവത്തിന്റെ വാക്കായി നീ പ്രവർത്തിക്കണം. നിന്റെ വായിൽ നിന്ന് മറ്റവരെ പല്ലു വിളിക്കരുത്, പലരെയും ദുഷിക്കരുത്, ചീത്ത വിളിക്കരുത്. നമ്മൾ അങ്ങനെ ചെയ്താൽ ഞാൻ പറയട്ടെ, ദൈവം വസിക്കത്തില്ല, ദൈവം മാറിപ്പോകും. നാം മാനസാന്തരപ്പെടാതെ ദൈവം മടങ്ങി വരത്തില്ല. നമുക്കൊരു ജഡമായി നമുക്ക് വരാം, പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാം, വചനം കേൾക്കാം, പോകാം. അതുകൊണ്ട് നാം ദൈവ പൈതൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഇന്ന് അനേക സഭകളിൽ കാണപ്പെടുന്നതാണ്. ലോകത്തിലെ വ്യക്തികൾ സഭയിൽ ഒരു മാറ്റവും ഇല്ല. എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കാൻ പറ്റുന്ന അവർ അവരുടെ ജീവിതമായിട്ട് മുൻപോട്ട് പോകുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ അത്ഭുതം നന്മകളും അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാത്തത്. നിങ്ങൾ ദൈവത്തിന് എത്ര വർഷങ്ങളായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ വഴി നടക്കുന്നുണ്ടോ? നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ നോക്കണം. നോക്കിയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ വീഴ്ന്നു പോകുന്നത് ഈ ലോകത്തിൽ അത്രയ്ക്കും പാപങ്ങൾ നമ്മളെ ചുറ്റി കിടക്കുന്നുണ്ട്. വീഴ്ന്നു പോകുന്ന സാഹചര്യങ്ങൾ അനേകമുണ്ട്. അവിടെയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആ പാപത്തിൽ ജീവിക്കാനല്ല, പാപത്തിൽ നിന്ന് മാറപ്പെട്ട ഒരു ജീവിതം, വിശുദ്ധി വേറുപാടുള്ള ജീവിതം നാം ദൈവ പൈതലെന്ന് നാം കാണിക്കണം. വചനം പറയുന്നത് ഞാന് വായ്പ മേടിക്കത്തില്ല, വായ്പ കൊടുക്കും, ദേശങ്ങൾക്ക് ജാതികൾ കൊടുക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. കാരണം ഞാൻ ഇന്ന് ഇത് ചെയ്യുന്നത്, പോയി വായ്പ ചോദിക്കുന്നുണ്ട്, കടം മേടിക്കുന്നുണ്ട്. നമ്മൾ മേടിക്കരുത്. നിങ്ങൾ തീരുമാനം, എന്റെ കർത്താവ് ഈ ലോകത്തെ നിർമ്മിച്ചവൻ, അവൻ എനിക്ക് വേണ്ടി സകലത് കരുതുന്നവൻ, എന്റെ ആവശ്യം അവൻ കരുതും, എൻ കയ്യിൽ പ്രയാസത്തെ അവൻ അനുഗ്രഹിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഓരോ നാളും നിങ്ങളുടെ തല കൈവച്ച് പറയുക, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ എടുത്ത് ഉപയോഗപ്പെടുത്തുക, ഉറച്ചു പറയുക. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും. ലോക മനുഷ്യപ്പോൾ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവ പൈതലായി നമ്മുടെ വാക്കിന് ഒരു അധികാരമുണ്ട്. എങ്ങനെ? എന്റെ വായും വാക്കല്ല, എന്നിൽ വസിക്കുന്ന ആത്മാവിനാൽ എന്റെ വാക്കിന് ഒരു അധികാരമുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തത്. കർത്താവ് പറഞ്ഞു, കാണുന്ന ലോകം അഴിഞ്ഞു പോകും, നശിച്ചു പോകും, ஆனால் എന്റെ വചനമോ എന്നേക്കും ജീവിക്കും. വചനം എന്നേക്കും ജീവിക്കും. ബിൽഡിംഗ് നശിച്ചു പോകും, നമ്മൾ കാണുന്നുണ്ട്. പ്രകൃതിക്ഷോഭം മുഖാന്തരം എത്ര ബിൽഡിംഗ് നശിച്ചു പോയിട്ടുണ്ട്. പേടി വരും. അവന് പേടി വന്നാലും എനിക്കൊരു കർത്താവുണ്ട്, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, അവൻ എനിക്കായി കരുതുന്നവൻ. പേടി ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞു നോക്ക്, അവന്റെ രക്ഷയും അവന്റെ കോട്ടയും നിങ്ങൾ പറഞ്ഞു നോക്ക്. അവിടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഞാൻ പറയുന്നത് നിങ്ങൾ കളിക്കല്ല. നിങ്ങൾ ജീവിതം മാറണമെങ്കിൽ, നിങ്ങൾ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനമല്ലാതെ ആർക്കും അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. എനിക്ക് വേണ്ടി സഹായിക്കാം, കൂടിപ്പോയ ഒരു 1000 രൂപ അല്ലെങ്കിൽ 5000 രൂപ, അതിനപ്പുറം സഹായിക്കാൻ ആർക്കും കഴിയത്തില്ല. ஆனால் ദൈവം സഹായിച്ചാൽ ചിലപ്പോൾ 1 കോടി രൂപ ദൈവം കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് നാം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വചനം നിങ്ങൾ എടുത്ത് വായിക്കണം, വായിക്കാൻ കഴിയും, കേൾക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് സംബന്ധപ്പെട്ട വചനങ്ങളെ നിങ്ങൾ ചെയ്യണം, ഒരു എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കേൾക്കുക, അത് നിങ്ങൾ പറഞ്ഞു നോക്കുക. നിങ്ങളുടെ അവസ്ഥയ്ക്ക് നിങ്ങൾ മാറ്റം കൊണ്ടുവരും. ഞാൻ ഇത്രയും പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ ആടുകളാണെങ്കിൽ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയിലാണെങ്കിൽ അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. എങ്ങനെ?
ദൈവത്തിന്റെ വചനമാണ്. സംഗീതം 23 സംഗീതം യഹോവയുടെ ഇടയനാണ്. നമുക്ക് കാണാതെ അറിയാം, നാം അത് അനുഭവിക്കുന്നുണ്ടോ? യഹോവയുടെ ഇടയനാണെങ്കിൽ എന്താണ് അടുത്തത്? ഒരു മുട്ടും ഉണ്ടാകില്ല. യഹോവയുടെ ഇടയനാണെങ്കിൽ, നിങ്ങൾ ആടുകയാണെങ്കിൽ, നിങ്ങളുടെ ദൈവം ഇടയനാണെങ്കിൽ അവൻ നിങ്ങളെ കൈവിടത്തില്ല. വചനം പച്ചയ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ നടത്തുന്നു, നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം നീതിപാതകൾ നടത്തുന്നു. പിന്നെ അടുത്തത് എന്താണ്? കൂറിയിൽ താഴ്വരക്കൂടെ നടന്നാലും ഒരു അനർത്ഥമോ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? നീ എന്നോട് കൂടെ ഇരിക്കുകയില്ല. പിന്നെ എന്റെ വടിയും കോളും ആശ്വാസപ്പെടുത്തും. അടുത്തത്, എന്റെ ചപ്പിൽ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തല എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആദ്യ പാനപാത്രം കവിയുണ്ടോ? പാനപാത്രം നിറഞ്ഞ് കവിയുന്നുണ്ടോ? എന്തുകൊണ്ടില്ല? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടയനായില്ല, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇടയനാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. എന്റെ പാനപാത്രം നിറഞ്ഞ് കവിഴും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയിൽ ദീർഘകാലം വസിക്കും. യഹോവയുടെ ഇടയനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടയനാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടയനായി നിൽക്കണം. നിങ്ങളുടെ മുഖം ഇതിനെ നോക്കിയിരിക്കണം. അവൻ നോക്കിയിരുന്നാൽ ഞാൻ പറയട്ടെ, അവൻ നിങ്ങളെ കരം പിടിച്ച് നടത്തും. അവൻ നിങ്ങളെ കരം പിടത്തില്ല. നിങ്ങൾ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നിങ്ങൾ കടം മേടിക്കത്തില്ല, കടം കൊടുക്കുക കർത്താവ് മാറ്റും. വചനം നിങ്ങളുടെ പാനപാത്രം കവിഞ്ഞ് നിറയും. നമ്മുടെ നിങ്ങൾ ആ അനുഭവത്തിൽ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് വചനം കേട്ട് നിങ്ങൾ മറന്നു പോകാനല്ല, നിങ്ങൾ വീട്ടിൽ പോയി എന്ത് ചെയ്യണം? ഇത് കേട്ടതൊക്കെ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് നമ്മൾ ചെയ്യണം, നിരപ്പ് പ്രാപിക്കണം. ഞാൻ എവിടെ വഴി മാറി പോയിട്ടോ എന്ന് പറഞ്ഞ് മടങ്ങി വരണം. ദൈവത്തോട് മാനസാന്തരപ്പെട്ട് നാം നിരപ്പ് പ്രാപിച്ച് നമ്മുടെ ജീവിതങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം വന്നാൽ ദൈവം നമ്മുടെ ജീവിതങ്ങൾ ഇത് ചെയ്യും. അവൻ നമ്മുടെ കരം പിടിച്ച് നടത്തി നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കും.